പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും തന്നെ ഉടമ്പടി പ്രാർത്ഥന എടുത്തിട്ടുള്ളവരാണ്. ചിലർ എടുക്കാൻ ഒരുങ്ങുന്നവരാണ്. ഇരിക്കുക. നിങ്ങൾ ഓൺലൈനിൽ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്നവരെ അവരുടെ ഇരിപ്പിടങ്ങളിൽ സ്വസ്ഥതയോടായിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയുടെ മൊബൈൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ജോലിയാണെങ്കിൽ അത് ചെയ്യാം, ഓൺലൈനിലുള്ളവർ. പക്ഷേ വേറെ വീട്ടിൽ ജോലിയുള്ളവർ, ജോലി ചെയ്യുന്നവർ, മറ്റുള്ളവർ ജോലി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വസ്ഥമായി എവിടെയെങ്കിലും ഇരുന്ന് മേശയുടെ അടുത്തുള്ളൊരു കസേരയിൽ ഇരുന്ന് പ്രാർത്ഥനാപൂർവം, കാര്യം ഇത് ആരാധനയായത് കാരണം ശിരസ്സിൽ നമ്മൾ ഷോളൊക്കെ ധരിച്ച് ശിരസ് മൂടി ഭക്തിയോടെയാണ് ആരാധനയിൽ പങ്കെടുക്കേണ്ടത്. നമ്മൾ ദൈവത്തിനെക്കുറിച്ചുള്ള അറിവും ഭവ്യതയും ഭക്തിയും എന്തോരം കൂടുന്നു അതനുസരിച്ചാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഒരു രീതിയുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ നമുക്ക് ശിരസ് മൂടേണ്ട കാര്യമില്ല, അവിടെ വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ ദേവാലയത്തിൽ വരുമ്പോൾ ശിരസ് മൂടണം. എന്താ കാര്യം? അത് ഭക്തിയുടെ ഒരു കോസ്റ്റ്യൂമാണത്. എൻ്റെ ഡ്രസ് കോഡാണത്, ഒരു ഡിവോഷൻ്റെ ഡ്രസ് കോഡാണത്. അപ്പോൾ നമ്മൾ ഐ ആം ഇൻ ഡിവോഷൻ എന്നതിൻ്റെ അർത്ഥം. ഐ ആം ഇൻ ഡിവോഷൻ. ഞാൻ ഇത് ശിരസ് മൂടുന്നതും മൂടാതിരിക്കണമല്ല പ്രശ്നം. ഞാൻ എൻ്റെ ഒരു കോൺഷ്യസാണ്. ഐ ആം ഇൻ ഡിവോഷൻ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഭക്തിയും അതുപോലെ തന്നെ ദൈവസ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ഒരു എന്തായാലും, ഇത് സ്നേഹമായാലും സങ്കടമായാലും ആഫ്റ്റർ ഓൾ അതൊരു പ്രകടനമാണ്. പ്രകടനം നല്ല അർത്ഥത്തിലാണ് ഞാൻ പറയണത്. എല്ലാത്തിനും ഒരു പ്രകടനപരതയുണ്ട്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജീൻസൊക്കെ ഇട്ട് ചെയ്തൊക്കെ ഇവിടെ നിൽക്കാം, അല്ല, എൻ്റെ ശുശ്രൂഷ അതല്ല. ഞാനിവിടെ അങ്ങനെ നിൽക്കുന്ന സ്ഥലമല്ല ഇത്. ഇപ്പോൾ ഓരോ സ്ഥലത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇവിടെ ആരാധന നിൽക്കുമ്പോൾ ഞാൻ സ്റ്റോൾ ഉപയോഗിക്കണം. ആരാധന ഇല്ല എന്നുണ്ടെങ്കിൽ പ്രീസ്റ്റഡിൻ്റെ ആ സ്ഥാനവസ്ത്രം ഞാൻ മാറ്റി വെക്കും. ശുശ്രൂഷയുടെ സ്ഥാനവസ്ത്രമാണ് ഉത്തരീയം, അത് ശുശ്രൂഷയുടെ സ്ഥാനവസ്ത്രമാണ്. അപ്പോൾ ഐ ആം ഇൻ സർവീസ്. ഈ സ്ഥാനവസ്ത്രം എന്താ നമ്മളോട് പറയണത്? ഐ ആം ഇൻ സർവീസ് ടു ദി ലോർഡ്. ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. അങ്ങനെ എല്ലാത്തിനും ഒരു ഭാഷയുണ്ട്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നമ്മുടെ ഗാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമ്മളെ കൊണ്ടുവരുന്നത് ഒരു കോൺഷ്യസിലേക്കാണ്. നമുക്കറിയാം, സ്വർഗം പോലും ഒരു കോൺഷ്യസാണ്, ഒരവബോധം. കർത്താവിനെ അറിയണത് ഒരു അവബോധത്തിലാണ്. അത് നമുക്ക് ആനന്ദവും സന്തോഷവും തരും. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഒരു അവബോധം ഉണ്ടാകുന്നത് എപ്പോഴും റെക്കർ ചെയ്യുമ്പോഴാണ്. പറഞ്ഞത് തന്നെ പിന്നെ റെക്കർ ചെയ്യും, ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ്? നമ്മൾ ആ കോൺഷ്യസിലേക്ക് വരാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ആ അവബോധത്തിലേക്ക് വന്നാൽ പിന്നെ അത് അഭിഷേകമായിട്ട് മാറും. അവബോധം, അതായത് ആവർത്തന, അവബോധം, അഭിഷേകം, സ്റ്റെപ്സാണത്. എനിക്ക് അഭിഷേകം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവബോധം ഇല്ലെന്നാണ്. അവബോധം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവർത്തനം ഇല്ലെന്നാണ്. അപ്പോൾ ആവർത്തനം, അവബോധം, അഭിഷേകം, ഇങ്ങനെയാണ് വരണത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അരികിൽ വരണമേന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം പാടിയാൽ നിങ്ങൾക്ക് തോന്നത്തില്ല. പിന്നീട് 3-4 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, ഞാൻ എന്താ പ്രാർത്ഥിക്കണത്? കർത്താവ് എൻ്റെ അരികിൽ വരണമേ. പിന്നെന്താ പ്രാർത്ഥിക്കണത്? സുഖമാക്കണേ. അപ്പോൾ ഐ ആം കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. ഞാൻ കോൺഷ്യസിലായി.
അപ്പോൾ ഇത് ഓരോ പ്രാർത്ഥനയും അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ജപമാല പ്രാർത്ഥനയാണ് കോൺഷ്യസിൻ്റെ ഏറ്റവും ടോപ്പ് പ്രെയർ എന്ന് പറയുന്നത്. എന്താ കാര്യം? ജപമാല പ്രാർത്ഥനയിൽ നന്മ നിറഞ്ഞു പറയുമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ നമ്മൾ 10 പ്രാവശ്യമാണ് ആവർത്തിക്കുന്നത്. 10 പ്രാവശ്യം. ചില വിവരമില്ലാത്ത വിശ്വാസികൾ പറയും, എന്തിനാണ് ഇതിങ്ങനെ 10 പ്രാവശ്യം ആവർത്തിക്കണത്? നിങ്ങൾ മന്ത്രങ്ങൾ കേട്ടിട്ടില്ലേ? 1001 പ്രാവശ്യം ആവർത്തിക്കണത്. എന്താ കാര്യം? ആവർത്തിക്കും തോറും വി വിൽ ഗെറ്റ് ദ കോൺഷ്യസ് ആൻഡ് അനോയിൻറ്റിങ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്താ പ്രാർത്ഥിക്കണത്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ജപമാല നിങ്ങൾ ആവർത്തിച്ചിട്ട് നിങ്ങൾക്ക് ചിലർക്ക് അനുഭവമാകാത്തതിൻ്റെ കാരണം നിങ്ങൾ അധരം കൊണ്ട് ആവർത്തിക്കുന്നത് കൊണ്ടാണ്. അധരം ആവർത്തിക്കുന്നതനുസരിച്ച് പതുക്കെ ആശയം ഹൃദയത്തിലേക്ക് വരണം. അക്ഷരമാണ് അധരം, ആശയം ഹൃദയത്തിലേക്കാണ് വരേണ്ടത്. ഇത് ഹൃദയം എന്നൊക്കെറിയാമല്ലോ, ഈ ബയോളജിക്കൽ മോട്ടറല്ല, ഇതിൻ്റെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ മൊത്തം ആകത്തുക പ്രവർത്തനമായിട്ടാണ് നമ്മൾ വരുന്നത്. മോട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു പമ്പിങ് സെറ്റ് ഉണ്ട് നമുക്ക്, ഹൃദയം എന്നും പറഞ്ഞ്, അതല്ല വിഷയം. ഈ വ്യക്തിയുടെ ആന്തരികത എന്ന് പറയുന്നത് ആന്തരിക മനസ്സാണ്. അത് ഈ അറിവിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ചെന്ന് ചേരണ സ്ഥലമാണത്. എല്ലാ അറിവുകളും പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന 5 തരം അറിവല്ലേ. ഇപ്പം നിങ്ങൾ പാടുന്നു, എന്നെ കാണുന്നു, അല്ലേ, നിങ്ങൾ കർത്താവിനെ കേൾക്കുന്നു, ഇങ്ങനെ കുറേ തരം അറിവുകളാണ് ഒരുമിച്ച് വരുന്നത്. ഇത് എല്ലാത്തിൻ്റെയും കൂടി ഒരു അനുഭവതലം വരണത് മനസ്സാണ്. അതെന്ന് പറയുന്നത് ഈ മോട്ടോർ സിസ്റ്റത്തിലല്ല. അപ്പം അതുകൊണ്ട് അത് ആന്തരിക മനുഷ്യനിലേക്ക് വരികയാണ്, ബോധത്തിലേക്ക് വരണത്. ഇത് നമ്മൾ ശ്രദ്ധയോടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ആവർത്തനം അവബോധമായി, അവബോധം അഭിഷേകമായി മാറും. കാര്യം അറിവാണ് ആവർത്തിക്കപ്പെടുന്നത്. ഒരു അറിവ് നമ്മൾ അക്ഷരങ്ങളിലാക്കി ശബ്ദങ്ങളിലാക്കി നിങ്ങൾക്ക് പാസ് ചെയ്യും. എന്നിട്ട് ഈ അറിവിനെ പിന്നീട് ആവർത്തനമാക്കും. അറിവ് ആവർത്തിച്ച് കഴിയുമ്പോൾ അതിനുടനെ അവബോധം ഉണ്ടാവും, പിന്നെ ഉടനെ അഭിഷേകം ഉണ്ടാവും. അധരങ്ങളിൽ നിന്നത് ഹൃദയത്തിലേക്ക് വരുന്നത്. പിന്നെ പ്രോസസ് ഓഫ് ഡിവോഷൻ, അത് വിഷയം ഭയങ്കര സീരിയസ് വിഷയമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉപ്പ് ചാക്ക് പണ്ടത്തെ കല്ലരല് പോലെയൊക്കെ അങ്ങനെ ഇരുന്നിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. അങ്ങനെയല്ല. നമ്മളൊരു മനുഷ്യനാണ്, ഒരു ദൈവവേദലാണ്, ഒരു ഡിവോട്ടിയാണ്. അപ്പോൾ മനുഷ്യൻ ദൈവവേദനയിൽ നിന്നാണ് പിന്നെ ഡിവോട്ടിലേക്ക് വരണത്. അത് ആ ഡിവോട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും നീ അനുഭവം അറിഞ്ഞേ ഇവിടുന്ന് പോകാവൂ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ വിശുദ്ധമായ വലത്ത് കരത്താൽ എൻ്റെ ഹൃദയത്തെയും അധരത്തെയും അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലത്ത് കരത്താൽ എൻ്റെ ഹൃദയത്തെയും അധരത്തെയും സ്പർശിക്കണമേ. എനിക്ക് അറിവ് അവബോധമാകാൻ, അനുഭവമാകാൻ, അഭിഷേകമാകാൻ എന്നെ അനുഗ്രഹിക്കണം. ശ്രുതികട ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ഉടമ്പടിയുടെ സ്പേസ് എന്താണ്? ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ സ്പേസ് ഓഫ് മരീൻ കവനൻറ്റ്? ഇടം ഏതാണ്? ഉടമ്പടിയുടെ ഇടം. ഇപ്പോഴും നമുക്കറിയാം ഇപ്പോൾ ഇടമെന്ന് പറയുന്നത് സ്പേസ്. ഇപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ സ്പേസ് എന്നുവെച്ചാൽ അവൻ്റെ ഇടം, അവൻ വർക്ക് ചെയ്യുന്ന ഇടം, അല്ലെങ്കിൽ അതിനെ പ്രസക്തമാക്കുന്ന കാര്യം. ഉടമ്പടിയെ പ്രസക്തമാക്കുന്ന കാര്യം എന്താണ്? വൈ ദർ ഇസ് കവനൻറ്റ്? എന്തുകൊണ്ട് ഉടമ്പടി ഉണ്ടാകുന്നു? ഉടമ്പടി എങ്ങനെ പ്രസക്തമാകുന്നു? എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം എന്താണ്? നമ്മളുടെ ആവശ്യം തന്നെയാണ് ഒരു കാരണം. നമ്മുടെ ആവശ്യം. ഇപ്പം എന്തെല്ലാം തരം ആവശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മച്ചിയുടെ സാക്ഷ്യം ഞാൻ ഞായറാഴ്ച പറഞ്ഞു. സാക്ഷ്യമല്ല, ആവശ്യം ഞാൻ പറഞ്ഞു. എന്താ അമ്മച്ചിയുടെ ആവശ്യം എന്ന് പറയുന്നത്? അമ്മച്ചിക്ക് 2.5 കോടി രൂപയുടെ കടവാണ്.
അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര പ്രായമുള്ളവർ. അതാണ് ഞാൻ ശ്രദ്ധിച്ചു. ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ കാര്യം 2.5 കോടി രൂപയുടെ കട അവർക്കുണ്ട്. അവരെക്കാൾ ഇപ്പം കെട്ടി തൂങ്ങുന്നു പറഞ്ഞുകൊണ്ട് വരണം 5 ലക്ഷം രൂപയുടെ കടക്കാരും ഉണ്ട്. അത് വേറെ വിഷയം. ഹല്ലേലൂയ. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യൻ്റെ ആവശ്യവും ആ ആവശ്യം നേടുന്നതിന് എന്ത് വേണം? ഒരു ടൈം വേണം. എല്ലാ ആവശ്യങ്ങളും ഒരു ടൈമിലാണ് നടക്കുന്നത്. ഈ ടൈം ചില സമയത്ത് പ്രതികൂലമായിരിക്കും. ഈ പ്രതികൂലമായ സമയത്തെ എങ്ങനെ അനുകൂലമാക്കി എടുക്കാൻ പറ്റും? അതാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മനുഷ്യന് ആവശ്യമുണ്ടാവും. ആവശ്യത്തിനെന്ന് പറയുന്നത് കണ്ണും കൈയും ഇല്ലയെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. മനുഷ്യന് ആവശ്യമുണ്ടാകും. അടിസ്ഥാന ആവശ്യങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വിശപ്പ് പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളില്ലേ, വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, ഇതുപോലെയൊക്കെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഇത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത് 30 കൊല്ലമായിട്ട് അവർക്ക് വീടില്ല. 30 കൊല്ലമായിട്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസമായപ്പോൾ തന്നെ വീടിൻ്റെ രീതികളെല്ലാം മാതാവ് ക്രമീകരിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ അവർക്ക് വീടുണ്ട്. അതാണ് ഒരു സാക്ഷ്യത്തിലുള്ളത്. അപ്പോൾ ഞാൻ നോക്കണേ, ഈ ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ അവർ വീടില്ലാണ്ട് മരിച്ചു പോയേനാ. കാര്യം 30 കൊല്ലമായില്ലേ. 30 കൊല്ലം എന്ന് പറയുന്നത് ചിന്തിച്ച് വയ്ക്കും. 3 കൊല്ലമല്ലേ, 30 കൊല്ലം. അപ്പോൾ ഈ 30 കൊല്ലമായിട്ട് വീടില്ലാത്ത സഹോദരി, നമുക്കറിയാമല്ലോ, ഒരു കാരണവശാലും ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ മറ്റു തരത്തിലൊക്കെ ഒരു മാർഗമില്ലാത്ത കൊണ്ടല്ലേ 30 കൊല്ലം നീണ്ടു പോണത് വീട് കിട്ടാൻ. വീടെന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മനുഷ്യന്, അല്ലേ? പ്രത്യേകിച്ച് മലയാളിക്ക് എവിടെ ചെന്നാലും അവൻ ചന്തയിൽ പോയാലും 4 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ അവിടെ ഒരു വാർത്ത കെട്ടിടം വെച്ചിട്ടേ പോരത്തുള്ളൂ അവൻ. കാര്യം അവൻ്റെ ഒരു സ്റ്റൈലാണ്, മലയാള സ്റ്റൈല്. ചന്ദ്രത്തിൽ പോയി റോക്കറ്റിൽ പോവുകയാണ്, ഇങ്ങോട്ട് പോരേണ്ടതാണ്, എന്നാലും ഒരു വാർത്ത കെട്ടം ഇരിക്കട്ടത് പറഞ്ഞാൽ അവിടെ വെക്കും. അവന് വേറെ കെട്ടിടത്തിൽ താമസിക്കുക. മലയാളി അപ്പം തന്നെ കഴിഞ്ഞാലും പറക്കും അവൻ്റെ. വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് വെള്ളം അടിച്ചില്ലെങ്കിൽ വിറക്കത്തില്ല. അതുപോലെ ചില ആൾക്കാർക്ക് വീട് വെച്ചില്ല അപ്പോൾ വിറക്കും. ഇതങ്ങനെയല്ല. 30 കൊല്ലമായിട്ട് ചേച്ചിക്ക് വീടില്ല. എൻ്റെ അർത്ഥം എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞാനത് മനസ്സിലാക്കിയപ്പോൾ വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന ഒരാളില്ലേ 5:17 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ. ആരാണ്? തളവാത രോഗി. 38 വർഷമായിട്ട് ആരുമില്ല. ഇപ്പം കാലങ്ങൾ അനാഥമായി നീണ്ടുപോണത് എന്താണ്? ദർ ഈസ് നോ സപ്പോർട്ട്. കാലങ്ങൾ അനാഥമായി, നമ്മൾ സന്ധിക്കപ്പെടാതെ, ഒരു വ്യക്തി സന്ധിക്കപ്പെടാതെ ഇങ്ങനെ അനാഥമായ കാലത്തിലൂടെ കടന്നു പോകുന്നു. നോബഡി. അതാണ് അയാൾ പറയണത്. വൈ 38 years എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും നോബഡി ടു ഹെൽപ്പ് മീ എന്ന് പറയും. കാലം ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം എന്തുകൊണ്ടാണ്? ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട്. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം നീണ്ടുപോകാൻ കാരണം സഹായിക്കാനില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം വന്നാൽ ദൈവം ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ മനോഹരമായ രീതിയിലാണ്. കാനായിലെ കല്യാണ വീട്ടുകാരനെ കർത്താവുമായിട്ട് അത്രയ്ക്ക് ബന്ധമൊന്നുമില്ല. യേശു ശിഷ്യന്മാരും ആ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ക്ഷണിതാക്കളുടെ കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോഴതൊരു ഒഫീഷ്യൽ ഗസ്റ്റിൻ്റെ രീതിയിലാണ് അവരവിടെ വ്യാപരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകാം, പക്ഷെ എല്ലാവർക്കും ഒഫീഷ്യൽ നേച്ചറായിരിക്കും. ഇപ്പം നിങ്ങളുടെ പെങ്ങളുടെ മക്കൾ ആണെന്ന് നിങ്ങളെ സഹായിക്കാനുള്ളതാണ്, പക്ഷെ അവർ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒഫീഷ്യൽ റിലേഷനാണ്. രക്തബന്ധമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഒഫീഷ്യൽ. പലരുടെയും പ്രശ്നം അതാണല്ല. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പാടില്ലേ? അവർ നിങ്ങളുടെ അമ്മയുടെ ആങ്ങളുടെ മക്കളല്ലേ? ആണച്ച,
പക്ഷേ അവർ ഇങ്ങനെ കാണിക്കും. എന്നുവെച്ചാൽ എന്താ, ഞങ്ങളും അവരും തമ്മിൽ അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു റിലേഷനല്ല, ഒരു ഇൻട്രാക്റ്റീവ് പേഴ്സണൽ റിലേഷൻ അല്ല, ഒഫീഷ്യൽ റിലേഷനാണ്. ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഉണ്ടാകാം, പക്ഷേ നമുക്കൊന്ന് സഹായിക്കാൻ പറ്റിയ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലായിരിക്കാം. ഇങ്ങനെ ഒരു സ്വാഭാവികമായ സാധ്യത വന്നാൽ ദൈവം നോട് നീ അടുക്കുമ്പോൾ ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ സ്ഥാപിക്കും. അവിടെ എന്താണ്, ദൈവം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെക്കും. ആ സബ്സ്റ്റിറ്റ്യൂട്ടാണ് അമ്മ. കാനായിലെ കല്യാണ വീട്ടുകാരന് യേശുവിനോടുള്ളത് ഒഫീഷ്യൽ റിലേഷനാണ്, നോട്ട് ദാറ്റ് കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ. അപ്പോൾ ഒഫീഷ്യൽ റിലേഷൻ ഉള്ളപ്പോൾ ചിലപ്പോൾ ദൈവത്തോടും ചിലപ്പോൾ നിനക്കും അങ്ങനെ ഇരിക്കും. ചില ആൾക്കാർ പറയരുത്, ചിലർക്ക് ദൈവത്തോട് ഒഫീഷ്യൽ റിലേഷനാണ്. എന്താണ്, ചില പറയും എന്തിനാണ് ധ്യാനകേന്ദ്രത്തിൽ പോണത്, ഞായറാഴ്ച കുർബാനക്ക് പോയാൽ പോരെ, കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഒഫീഷ്യൽ റിലേഷൻ. ചില സമയത്ത് അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താണ്, നീ ആ ക്രിയ പോക്കി ആണ്ടിലൊരിക്കലെങ്കിലും വിശുദ്ധ കുമ്പസാരം നടത്തി കുർബാന സ്വീകരിക്കണമെന്നുള്ള സഭയുടെ സാങ്കേതിക നൈയാമികമായ നിയമത്തിൻ്റെ അടിപ്പെട്ടിൽ നീ ഓഫീസ് ലെവലിൽ അത് ചെയ്തു പോവുകയാണ്. അങ്ങനെ ഓഫീസ് റിലേഷനുള്ള ഒത്തിരി പേരുണ്ട്. ദൈവത്തോട് ഒഫീഷ്യൽ റിലേഷൻസ് ഉള്ളി. ഒഫീഷ്യൽ റിലേഷൻ്റെ പ്രശ്നം എന്താണ്, ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ സർക്കിളിലേക്ക് ഈ ഓഫീസ് റിലേഷൻ കടന്നു വരത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു, യേശു അവിടെ ശിഷ്യന്മാരും ആ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അതാണ് സംഭവം. ഇപ്പോൾ റിലേഷൻസൊക്കെ സെയിമാണ്, ബ്ലഡ് റിലേഷനാണ്. പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ ബുദ്ധിമുട്ടുള്ള കേസാണ്. അമ്മയ്ക്കാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ. ആ വചനമെല്ലാം കൃത്യമായിട്ടാണ് പോണത്. യോഹന്നാൻ 2, 3, 4, 5 തന്നെ ഒന്ന് തുടങ്ങണം. എങ്ങനെയാണ്, കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റിലേഷൻ എന്താണ് അവിടെ, റിലേറ്റീവായിട്ട് ആ വിഷയം അവതരിപ്പിക്കുന്നത് യേശുവിനല്ല അവിടെ പ്രാധാന്യം വന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്. യോഹന്നാൻ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർക്ക് അമ്മയോടാണ് ബന്ധമെന്ന്, ആ വീട്ടുകാർക്ക്, യേശുവിനോടല്ലെന്ന്. എന്നുവെച്ചാൽ കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത് യോഹന്നാൻ പറഞ്ഞത് എന്താണ്, ആദ്യം പറഞ്ഞത് എന്താണ്, പറയേണ്ടത് എന്തായിരുന്നു, കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവും ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ ശരിയാണ്. ആ വീട്ടുകാർക്ക് യേശുവിനോടും അമ്മയോടും തുല്യമായിട്ടുള്ള ഡിഗ്രി ഓഫ് റിലേഷൻസ് കറക്റ്റാണ്. പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻസ് വ്യത്യാസമുണ്ട്. അവിടെ പ്രശ്നം വരുന്നത്. നിനക്ക് ദൈവമായിട്ട് ഒഫീഷ്യൽ റിലേഷൻ ഉണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഒഫീഷ്യൽ റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ആളാണ്. പക്ഷേ വീഞ്ഞു തീർന്നു പോയാൽ ഈ ഒഫീഷ്യൽ റിലേഷൻ നമ്മളെ സഹായിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലേ, നമ്മുടെ ജീവിതം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഒഫീഷ്യൽ റിലേഷൻ ചിലപ്പോൾ നമ്മളെ സഹായിക്കത്തില്ല. അത് ദൈവത്തിനും അറിയാം. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമില്ല. ഈ ഒഫീഷ്യൽ റിലേഷൻ ഞായറാഴ്ച ക്രിസ്ത്യാനി കുടുംബ പ്രാർത്ഥനക്കാരനായിട്ട് പോകാം. ഒന്നും ജീവിതത്തിൽ സംഭവിച്ചില്ലേ, ഒരു കുഴപ്പമില്ല. ഈ ഒഫീഷ്യൽ റിലേഷൻ കീപ്പ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വിങ്ങി തീർന്നു പോയാൽ ഒഫീഷ്യൽ റിലേഷൻ കൊണ്ട് താങ്ങത്തില്ല. അതാണ് പ്രശ്നം വരണത്. അത് നമ്മളെക്കാൾ നല്ലോണം അറിയണ ആർക്കാണ്, ദൈവത്തിനാണ്. ദൈവം എന്ത് ചെയ്ത്, അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ, ദൈവൻ്റെ റിലേഷൻ്റെ ആളാണ്. റിലിജൻ്റെ പേര് തന്നെ റിലേഷൻ എന്നാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് റിലേഷന് വേണ്ടി ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരാണത്, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അതാണ് വിഷയം. വൈ മേരി, വാട്ട് ഈസ് ദ സ്പേസ് ഓഫ് മേരി, മേരിയുടെ ഇടം എന്താണ്? നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവത്തിനും ഇടയിലും മേരിയുടെ അമ്മയുടെ ഇടം എന്താണ്? ഈ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ്റെ ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അമ്മ അവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അപ്പോയിൻമെൻറ്റാണ്. കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെ അപ്പോയിൻമെൻറ്റ് എന്താണ്? യേശുവുമായിട്ടുള്ള റിലേഷൻസ് ഒഫീഷ്യലാണ്.
കമ്മ്യൂണിക്കേറ്റീവ് പേഴ്സണൽ റിലേഷന് വേണ്ടി ദൈവം ഒരാളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? നിൻ്റെ ജീവിതത്തിൻ്റെ അന്നുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു എന്തിനുള്ളതാണ്? കഞ്ഞി, കപ്പ, ജോലി, വീട്, വിവാഹം, കാനഡയിൽ പോക്ക്, IELTS അങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയല്ല യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. വ്യക്തമല്ലേ? എന്തിനാണ്? നിത്യജീവൻ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ. ഇത് ഒരു ദൈവസ്നേഹമാണ് ശരിക്കും. എന്താണ്? നിത്യതയുടെ ദൈവീകമായ രക്ഷാകര പദ്ധതിയാണ് യേശുവിൻ്റെ പദ്ധതി. നമ്മുടെ ഭൗതികമായ ജീവിതമായ അടിസ്ഥാന ആവശ്യങ്ങൾ ആരാണ്? അതിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആരെയാണ്? പരിശുദ്ധ അമ്മയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ നിത്യതയെക്കുറിച്ച് യേശുവിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് അനുദിന ജീവിത ആവശ്യങ്ങളും യേശുവിനെ കണക്ട് ചെയ്യണത്. അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് യേശുവിനെ കണക്ട് ചെയ്യണത്. അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് സ്വർഗത്തിൻ്റെ നടപടിക്രമം അനുസരിച്ച് ശരിക്കും പരിശുദ്ധ അമ്മയെയാണ് കാനായിലെ കല്യാണത്തിൽ ദൈവം ശരിക്കും ഈ വിഷയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യണത്? ഉടമ്പടി നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ചെയ്യണത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈശോനോടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? കാനായിൽ എന്താണ് സംഭവിച്ചത്? ഒരു അത്ഭുതം ഉണ്ടാകാനുള്ള കാരണം എന്താ? സമയത്തിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. ഒരു മിറക്കലിലേക്ക് നയിക്കണത് എന്താണ്? ഒരു വിഷയം ഒരു അത്ഭുതത്തിലേക്ക് നയിക്കണത് എന്താണ്? ഒരു വിഷയം ഇപ്പം കാനായിൽ വീഞ്ഞ് തീർന്നു പോയി, അതൊരു വിഷയമാണ്. അത് അത്ഭുതത്തിലേക്ക് പോകാൻ കാരണം എന്താണ്? സമയമാകാതിരുന്നത് കൊണ്ടാണ്. അതിൻ്റെ യേശുവിൻ്റെ സമയം ആകാതിരുന്നത് കൊണ്ടാണ്. ഈശോ പറഞ്ഞില്ല, അത് എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് അത് ക്ലോസ് ചെയ്യാൻ. പക്ഷേ അമ്മയാണ് ഇവിടെ മധ്യസ്ഥം വഹിക്കുന്ന കാരണം ഈ ഫയൽ അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ആകത്തില്ല, എഴുതി തള്ളപ്പെടത്തില്ല. അതാണ് വിഷയം. ഞാനങ്ങനെ ഇടയ്ക്ക് എൻ്റെ നമ്മുടെ പുസ്തകത്തിലുണ്ട്. അത് ആ സമയത്ത് പത്രോസാണ് അത് ആവശ്യപ്പെട്ടതെങ്കിൽ മിക്കവാറും അവിടെ അത്ഭുതം നടക്കത്തില്ല. അതാണ് പ്രശ്നം. കർത്താവ് പത്രോസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, നീ മാനുഷിക കാര്യങ്ങളുടെ ആളാണ്, ദൈവിക കാര്യങ്ങളുടെ ആളല്ലെന്ന്. ഈ സംഭവം കേട്ടാൽ അപ്പം തന്നെ നടക്കത്തില്ലത്. പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. അപ്പോൾ ഈശോക്ക് അതൊക്കെ പറയാനൊക്കെ അറിയാം. നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല എന്ന് പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. വേണമെങ്കിൽ അമ്മയോടും പറയാം. എന്താണ്? അവർക്ക് വീഞ്ഞില്ലെങ്കിൽ ഒരു വായ്പ വാങ്ങിക്കട്ടെ, എവിടെയെങ്കിലും പോയി. അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കാം. അവർക്ക് വീഞ്ഞില്ലെങ്കിൽ അടുത്ത വീട്ടിലെ കടയിലെ പോയി ഒരു വിലക്ക് വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കാം. പക്ഷെ അതല്ല, അങ്ങനെയുള്ള ഭാഷ അമ്മയോട് പറയാൻ കൊള്ളത്തില്ല. പത്രോസാണെങ്കിൽ ഈശോ പറഞ്ഞുതരാം. എനിക്ക് കാര്യം മനസ്സിലായാ? മരിയൻ ഉടമ്പടി സ്പേസ് എന്താണെന്ന് പറയുകയാണ്. ഇപ്പോൾ ഈശോ അപ്പോസ്തലന്മാരോട് പത്രോസ് ഈശോയോട് പറഞ്ഞതാണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. പാഷൻ പ്രഡിക്ഷൻസ്, പീഡാനുഭവ പ്രവചനങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ പത്രോസിനോട് ഈശോ എന്താ പറഞ്ഞത്? നീ സാത്താനെ പിറകി പോവുക. നീ എന്താ ചെയ്യണത്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ പത്രോസാണ് ഇവിടെ കണ്ടച്ചും വീഞ്ഞ് തീർന്നു പോയില്ല കർത്താവ് എന്ന് പറയണമെങ്കിൽ മിക്കവാറും ചെകുത്താനെന്ന് ഇവിടെ കിട്ടിയില്ല. എന്താ കാര്യം? നേരെ പറയാം, നീ മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല.
അതിനേക്കാൾ വ്യക്തമായിട്ട് ഇവിടെ ഒത്തിരിക്കും. എന്താണ്? പത്രോസ് അന്വേഷിക്കുന്ന മനുഷ്യ കാര്യങ്ങളല്ലല്ലോ, വീഞ്ഞിൻ്റെ കാര്യമാണല്ലോ. കുടിക്കുകയും തിന്നുകയും ചെയ്യുന്ന കാര്യമാണ് അവൻ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ലെന്ന് ഈശോയ്ക്ക് പറയാം. പക്ഷേ ഇവിടെ ഈശോയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ചോദിച്ച ആൾ പത്രോസ് അല്ല. അതാണ് പ്രശ്നം. നമ്മൾ എന്ത് പറയുന്നു എന്നനുസരിച്ചത് ആര് ആണ് ചോദിച്ചിരിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തി. ഇപ്പം മനസ്സിലായില്ലേ? അമ്മയും പത്രോസും തമ്മിലുള്ള വ്യത്യാസം. അമ്മ ചോദിച്ചത് കൊണ്ടാണ് ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു മറുപടി വരാഞ്ഞത്. എന്താണ്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, ദൈവകാര്യങ്ങളല്ലെന്ന്. കാര്യം അമ്മയോട് ആ ഭാഷ പറയാൻ പറ്റത്തില്ല. അമ്മയോട് എന്ത് ഭാഷയൊക്കെ പറയണമെന്ന് ഈശോയ്ക്കറിയാം. ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയെ നീയെന്ന് വിളിച്ചെന്ന്, അമ്മയെ സ്ത്രീയെന്ന് വിളിച്ചെന്ന്. പക്ഷെ അമ്മ ആരാണെന്നും അമ്മയോട് എന്ത് ഭാഷയാണ് പറയേണ്ടതെന്നൊക്കെ ഈശോയ്ക്കറിയാം. അമ്മ നീയെന്ന് ഈശോ വിളിച്ചെങ്കിലും അമ്മയെ സ്ത്രീയെന്ന് വിളിച്ചെങ്കിലും ദൈവത്തിൻ്റെ ആയിട്ടുള്ള ദൈവികമായ കാരണങ്ങളുണ്ട്. അതറിയാത്തടത്തോളം കാലം നമ്മളിതുപോലെ പൊട്ടാൻ പോയി കണ്ട പോലെ ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കും. പക്ഷേ അമ്മ ആരാണെന്നും അമ്മയോട് എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാൻ പാടില്ലാത്തതെന്നും ഈശോയ്ക്കറിയാം. ഈശോ പത്രോസിനോട് പറഞ്ഞ പോലെ അമ്മേ നീ മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ദൈവിക കാര്യങ്ങളല്ല എന്നൊന്നും പറഞ്ഞില്ല. സമയത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? ചെയ്യാൻ സന്മനസ്സുണ്ട്. ഈശോയുടെ സന്മനസ്സ് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് ഫ്ലാറ്റായിട്ട് ഡിനൈ ചെയ്യണില്ല, ചെയ്യത്തില്ല എന്നല്ല പറയണത്. ചെയ്യാൻ സന്മനസ്സുണ്ട്, പക്ഷേ പിതാവ് കൽപ്പിച്ച സമയമായിട്ടില്ല. അത് പൊളൈറ്റ്നെസ്സാണ്, പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ എന്താണ്? ചെയ്യാൻ എനിക്ക് സന്മനസ്സുണ്ട്. അമ്മ പറഞ്ഞാൽ ചെയ്യാൻ എനിക്ക് സന്മനസ്സുണ്ട്, പക്ഷേ പിതാവ് കൽപ്പിച്ച സമയമായിട്ടില്ല. അപ്പം ഈ അപേക്ഷ നേരെ ഈ ഫയൽ പിതാവിൻ്റെ ടേബിളിലേക്ക് ടെക്നിക്കലായിട്ട് പോവുകയാണ്. പിന്നെ അവിടേക്ക് അമ്മയ്ക്ക് പ്രൊവിഷനില്ല, അവിടെ എൻട്രി ഇല്ല. അത് ഈശോയും അപ്പായും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ്. പക്ഷെ അവിടെ എൻട്രി വന്നതാണ് അമ്മയെ അമ്മയാക്കണത്. പിതാവിൻ്റെ വിഷയമാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ചുകൂടി ഈസിയാണ്. എന്താ കാര്യം? പിതാവായ ദൈവത്തിൻ്റെ മകളാണ് അവൾ. അവിടെയാണ് വിഷയം വന്നത്. പിതാവിൻ്റെ മേശപ്പുറത്തേക്ക് ഫയൽ പോകുകയാണെങ്കിൽ കുറച്ചുകൂടി അമ്മയ്ക്ക് ഈസിയാണ്. എന്താ കാരണം? അവൾ പിതാവായ ദൈവത്തിൻ്റെ മകളാണ്. അപ്പോൾ വിഷയം മാറി. അതോടുകൂടി ഈ പിതാവിൻ്റെ മേശപ്പുറത്തേക്ക് ഫയൽ പോയതാണ് കാനായിലെ കുടുംബം രക്ഷപ്പെടാൻ കാര്യം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ ഓൾ ഓൺ എ സഡൻ ഇപ്പോൾ കൃപാസന ആൾത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഇന്നും വിശ്വസിക്കണില്ല അമ്മ അത് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണെന്ന്. ആ വിഷയത്തെക്കുറിച്ച് പിതാവിനോട് അമ്മ ഡിസ്കസ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഈശോയും അപ്പായും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും അമ്മയെ സമയഘടികാരവുമായി ഈ ആൾത്താരെ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയത്. നമ്മുടെ എല്ലാ ഈവൻറ്റുകളും പിതാവായ ദൈവവും അതിൽ പരിശുദ്ധാത്മാവും അതുപോലെ തന്നെ ഈശോയുമുണ്ട്. മക്കൾ മനസ്സിലാക്കണം. ഞാൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് മുഴുവൻ അമ്മമാതാവിൻ്റെ മുഴുവൻ വിഷയമാണല്ലോ ഇതെന്ന്. അല്ല, അമ്മയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും പിതാവ് അവിടെ ഒരു കക്ഷിയാണ്, ഈശോ അവിടെ കക്ഷിയാണ്, പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ പേഴ്സണെ പോലെ കൂടെ നിൽക്കുന്നതാണ്. ഇതെല്ലാം കൂടുന്നതാണ് നമ്മുടെ ഒരു ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം. ശ്രുതികട്ടെ ഹല്ലേലൂയ. എഴുന്നേറ്റ് ശ്രുതികട്ടെ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കൾ നെഞ്ചതിൽ കൈവച്ച് വളരെ അഭിഷേകത്തിൻ്റെ ഒരു നല്ല സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കളിപ്പോൾ ആയിരങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നീ എന്നോട് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ നെഞ്ചിൽ കൈവെപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, വൃഷങ്ങളിലുണ്ടാകുന്ന മുഴകളെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഈശോ അറിയിച്ചിട്ടുണ്ട്. കർത്താവ്, അങ്ങനെയുള്ള രോഗികളെല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ്. ശരീരത്തിൽ ആകപ്പാടെ മുഴയും സിസ്റ്റമുള്ളവരെ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധി ഞാൻ കൊണ്ടുവരുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവത്തിൻ്റെ സന്ധിപ്പും സഹായവും ചെയ്യാനുള്ള ആഗ്രഹത്തിന് വേണ്ടി ദൈവം കാനായിൽ കൊണ്ടുവന്ന് അമ്മയെ പ്ലേസ് ചെയ്തിരിക്കുകയാണെന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. അമ്മയുടെ ഇഷ്ടപ്രകാരം വന്നതല്ലെന്നും ദൈവത്തിന് ഒരു കുടുംബത്തെയും കാലാതീത കാലത്തോളം
കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സഹായിക്കാൻ സന്മനസ്സുള്ളത് കൊണ്ട് നിത്യജീവന് വേണ്ടി മാത്രം യേശുവിനെ നൽകിയിരിക്കുകയും മനുഷ്യൻ്റെ അനുദിന ആവശ്യങ്ങൾക്ക് ആശ്വാസം പകരാൻ ദൈവത്തിൻ്റെ സന്മനസ്സിൻ്റെ പദ്ധതിയുടെ ആളുരൂപമാണ് പരിശുദ്ധ അമ്മയെന്നുള്ള സ്വർഗീയ വെളിപ്പാടിലെ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോഴാരെല്ലാം എവിടെയെല്ലാം ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിലെ അവരുടെ ഉടമ്പടി എടുത്തവരാണെങ്കിൽ ഉടമ്പടി വിഷയങ്ങളിലും ഉടമ്പടി എടുക്കാനിരിക്കുന്ന വിഷയങ്ങളിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിലെ ദൈവശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതാവശ്യങ്ങൾ ദൈവത്തിരുസ്ഥന പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അടയാളങ്ങൾ അവർക്ക് അനുഭവിക്കുകയും അവർ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുകയും ചെയ്യട്ടെ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇരിക്കട്ടെ. പ്രിയമുള്ള, ഇതുപോലെ വിശപ്പും അതുപോലെ തന്നെ വിശപ്പിൻ്റെ വിഷയവും കാലമാകാത്ത ഒരു അവസ്ഥയും ബൈബിള് വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ഭക്ഷണക്കാര്യമാണല്ലോ കാനായിൽ നടന്നത്. കാനായിൽ നടന്നത് എന്താണ്? ഒരു ഭക്ഷണക്കാര്യമാണ്. പക്ഷേ കുഴപ്പം എന്താ? കാലമായിട്ടില്ല കർത്താവിൻ്റെ. അമ്മയുടെ മധ്യസ്ഥത്തിൽ ആകാത്ത കാലം ആക്കിയെടുക്കുന്നതാണ്. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നമ്മുടെ ആകാത്ത കാലം ആക്കിയെടുക്കും. നടക്കാത്ത കാര്യം നടക്കുന്നതിന് വേണ്ടി അമ്മയുടെ മധ്യസ്ഥത്തിൽ ഏതാണ്ട് 2400ഓളം സാക്ഷ്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. 10,000-20,000 സാക്ഷ്യങ്ങളാണ് നമുക്കൊരു വർഷം കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം അത്രയും സ്പീഡാണ്. അപ്പം ഞാനവർക്ക് ഈ 20,000 പേരല്ല ഉടമ്പടി ചെയ്യണത്. ഇവർക്ക് എന്നാ പറ്റിയത്? കുറേ അണ്ണന്മാരെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ വരത്തില്ല. അങ്ങനെ ഉണ്ട്. അവർക്ക് വെച്ച് തന്നെ ഞാൻ പറയാം, അവർ അപകടത്തിലാണ്. അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ആലപ്പുഴ വരത്തില്ല. എന്താ കാര്യം? സാക്ഷ്യം പറയാൻ എങ്ങാനും പറഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ പറയാനുള്ള ഒരു ചമ്മല്. എന്താണ്? ഈ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് അവരുടെ ക്രെഡിറ്റിലാണ് അവർ വകവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇപ്പം ചില അമ്മമാരില്ലേ, മകൾക്ക് 90 മാർക്ക് കിട്ടാൻ വേണ്ടി വന്ന് അങ്ങനെ തന്നെ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 90-ന് 91 കിട്ടും. ചിലപ്പോൾ ബുദ്ധൂസായിരിക്കുമേ, അമ്മ അത് സഹായിക്കുന്നതാണ്. പക്ഷെ ജയിച്ച് കഴിയുമ്പോൾ അമ്മ ഉടനെ ഇവിടെ സാക്ഷ്യം പറയത്തില്ല. പക്ഷേ അവരുടെ പള്ളികളിലൊക്കെ നടന്ന് അവരുടെ ഇടവക പള്ളിയിലൊക്കെ നാത്തൂനോടും ആൻറ്റിയോടും അനിയത്തിയോടും ഒക്കെ പറയും. എന്താണ്? പിന്നെ വെറുതെ അല്ല 91 മാർക്ക് കിട്ടിയത്, ഞാൻ അവളുടെ കൂടെ കണ്ണിൽ ഈർക്കലും വെച്ച് കട്ടൻ ചായം കുടിച്ച് കുത്തിയിരുന്നിട്ടാണ്. എങ്ങനെയുണ്ട് പരിപാടി? മാതാവ് ഞൊട്ടി ഇല്ലേ? ഇതാണ് സംഭവം. ഇതാണ് ഈ അണ്ണന്മാർ ഓർഡർ തമ്മാവ ആളറിയാവെന്ന് പറയുന്നത്. അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ക്രെഡിറ്റ് അവരുടെ സ്വന്തം ക്രെഡിറ്റായ സാക്ഷ്യം ദൈവത്തിന് കൊടുക്കാതെ, മഹത്വം കൊടുക്കാതെ. നിങ്ങൾക്കറിയാമല്ലോ, സമ്പൂർണ്ണ ബൈബിള് മുഴുവൻ കൈകാര്യം ചെയ്യുന്നൊരു വിഷയം എന്താണ്? അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ വിഗ്രഹങ്ങൾക്ക് കൊടുത്തു. അതാണ് സംഭവം. ഉടമ്പടിയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ തെറ്റതാണ്. എന്താണ്? നിങ്ങൾ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഈ അനുഗ്രഹം സാക്ഷ്യത്തിലൂടെ അതിൻ്റെ മഹത്വം ആർക്ക് കൊടുക്കേണ്ടതാണ്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമാണ്. ദൈവത്തിന് കൊടുക്കാത്ത മഹത്വം ചിലപ്പോൾ സ്വയം എടുത്ത് മഹത്വത്തിൻ്റെ ഉടുപ്പ് ഇട്ടുകൊണ്ട് നെളിഞ്ഞു വെച്ച് നടക്കും. നമ്മുടെ ബോബനും മോളിയും നടക്കണ പോലെ ചില പണ്ടത്തെ ടോംസിൻ്റെ കാർട്ടൂണില്ലേ. അപ്പോൾ അവരുടെ പ്രശ്നം എന്നത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ചില ആൾക്കാർ ആരോടും പറയത്തില്ല, മിണ്ടത്തില്ല. മിണ്ടാതിരിക്കുമ്പോൾ തന്നെ സൈലൻ്റ് ഗ്ലോറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ കാര്യം? മറ്റുള്ളവർ പറയും നല്ല ബുദ്ധിയുള്ളവനാണ്, രക്ഷപ്പെട്ട്, അവൻ്റെ ആത്മാർത്ഥതയാണ്, അവൻ്റെ പരസഹായമാണ്, അവൻ്റെ മറ്റുള്ളവരുള്ള കാരുണ്യമാണ്. അവൻ്റെ കാരുണ്യമല്ലേ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യണത്. നിങ്ങൾ ആശുപത്രിയിൽ പോണതും രോഗികളെ കണ്ടത് അപ്പാപ്പനെ കുളിപ്പിച്ചതൊക്കെ ആൾക്കാർ കണ്ടതാണ്. നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ ഈ ഉടമ്പടി എടുത്തായിട്ട് അവർ നാട്ടുകാർക്ക് അറിയത്തില്ലല്ലേ,
നിങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ ചെയ്ത കാരുണ്യപ്രവർത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ നാട്ടുകാരെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. ശരിയാണ്, അവൻ്റെ കാരുണ്യപ്രവർത്തി, അവൻ്റെ ആ പഴയ ആളല്ലവൻ. അവനിപ്പോൾ ആകപ്പാട് മാറി, വഴിയില്ല, കുടിയില്ല, അവനിപ്പോൾ രക്ഷപ്പെട്ട്. അവനെന്താണ്, അവൻ ഇന്നാളും കുറേ പത്രം കൊണ്ടൊക്കെ വിതരണം ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് അവനത് കൊണ്ടുപോയി ആശുപത്രിയിൽ പോയി രോഗികൾക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ആളങ്ങനെ മാറിപ്പോയി. ഇത് നീ കേൾക്കുന്നുണ്ട്. നിനക്ക് ജോലി കിട്ടിയതിൻ്റെ വകുപ്പാണ് ഈ പറയണത്. ക്രെഡിറ്റ് ആർക്ക് കിട്ടി? നിനക്ക് നാട്ടുകാർ തന്നപ്പോഴും നീ മിണ്ടിയില്ല. അതായത് മൗനമായിട്ട് മഹത്വമാണ് ചെയ്യുന്ന ആൾക്കാർ. ഉടമ്പടിയുടെ ഒരു പ്രത്യേക വർഗം ജീവികളാണ് മൗനമഹത്വക്കാർ. കാര്യം അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയം നാട്ടുകാർ നിനക്ക് തന്നിട്ടും നീ ദൈവത്തെക്കുറിച്ച് നീ മിണ്ടിയില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഓൺ ഔട്ടായി പോകും. കാര്യം ഇത് നമ്മളെ മഹത്വം എന്ന് പറയുന്നത് ഗ്യാരണ്ടിയാണ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു സാധനം അടിച്ച് കയറ്റണം എന്ന് വിചാരിച്ചോ, വെറുതെ ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടൊരു കാര്യമില്ല. സേവ് ചെയ്യണം. സേവ് ചെയ്താൽ പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ആ ഫയൽ എടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നിനക്ക് കിട്ടിയ അനുഗ്രഹത്തെ നീ കർത്താവിനെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ അത് സേവായി, ഗ്യാരണ്ടിയായി. അനുഗ്രഹത്തെ ഗ്യാരണ്ടി ചെയ്യണത് അനുഗ്രഹത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്ക് കിട്ടിയ മുഴുവനും സാക്ഷ്യങ്ങള്, അനുഗ്രഹങ്ങള് അങ്ങയുടേതാണെന്ന് ഏറ്റുപറയാനുള്ള വിനയവും കൃപയും എനിക്ക് നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ പിന്നെന്ത് ചെയ്യും? നിങ്ങൾ സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? വിഗ്രഹത്തിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണുന്ന വിഷയം ആണ് വിഗ്രഹം. ചിലപ്പോൾ നീയാണെങ്കിൽ ആ മഹത്വം നിനക്ക് കിട്ടും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ആ മഹത്വം വിഗ്രഹത്തിന് കൊടുക്കും. ബൈബിൾ വിഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാച്യു വലിക്കുന്ന സംഭവത്തിന് മാത്രമല്ല, ദ്രവ്യാഗ്രഹത്തിനും വിഗ്രഹമാണ്. പക്ഷേ ബേസിക്കായിട്ട് ബിബ്ലിക്കൽ തിയോളജിയിൽ ഒരു ഐഡോളട്രി എന്ന് പറയണത് എന്താ സംഭവം? എന്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അയാൾ വിഗ്രഹമാണ്. ഒന്നാം സ്ഥാനം. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞായറാഴ്ച നമ്മൾ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴുണ്ട് എന്ത് പറ്റും? ആങ്ങള കാനഡയിൽ നിന്ന് വരും. അപ്പോഴാണ് അവൻ വെട്ടി തൂക്കി പിടിച്ച് നമ്മുടെ വീട്ടിൽ വരണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവനെന്താ പറഞ്ഞിരിക്കണത്? നമ്മുടെ മകന് PR എടുക്കാനുള്ള എല്ലാ സംവിധാനവും അവനവിടെ ചെയ്തിട്ടാണ് വരണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ നീ ഒന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ സാരി കഴിച്ചിട്ട് അവന് വേണ്ടി കോഴിയുടെ തല വെട്ടണ പരിപാടിക്കാണ് വിഗ്രഹം എന്ന് പറയണത്. അപ്പം മനസ്സിലായില്ല ആരാണ് വിഗ്രഹമെന്ന്? അപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് ഇറങ്ങിയ ആളാണ്. മകന് PR ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ കാനഡയിൽ ചെയ്തിട്ട് അവൻ ലീവിന് ആങ്ങളെ വീട്ടിൽ വന്നപ്പോൾ ആ കുർബാനയ്ക്ക് സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു. ഇവിടെയാണ് പ്രശ്നം വരണത്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചുമ്മാ കൈവെക്കുമ്പോൾ അറിയാൻ പറ്റും ഫ്രോഡ് ക്രിസ്ത്യാനി ആരാണെന്ന്. അതായത് നമ്മൾ ദൈവത്തിന് അവിടെ എന്താ സംഭവം? ഇവിടെ മകനെയാ, നീ ഞങ്ങളുടെ കൂടെ വാ, കുർബാനയ്ക്ക് വാ. കുർബാനയ്ക്ക് ഇപ്പോൾ എത്ര നാളെ കുർബാന കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നീ ടയർഡ് നീ കടന്നോ, ഞാൻ ആരെങ്കിലും വിളിച്ച് വീട്ടിലുള്ള ആരെ ഏൽപ്പിച്ചിട്ട് കുർബാനയ്ക്ക് നമ്മൾ പോകും. അപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കായി? കർത്താവിനായി. നമ്മളിതെല്ലാം ഇതാണ് ഐഡോളട്രി എന്ന് പറയണത്. ആ കുർബാനയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കാനഡയിൽ വന്ന് ആങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ ദ്രവ്യാഗ്രഹമാണ്. അവൻ നമ്മുടെ മകനെ കൊണ്ട് രക്ഷപ്പെടുത്തും. അവനവിടെ പോയി നല്ല ശമ്പളത്തിലാകും. അപ്പോൾ ആ ദ്രവ്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതാണ് ബൈബിളിൽ പറയണത് ദ്രവ്യാഗ്രഹമാണെന്ന്. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം. യാക്കോബ് പറയണില്ലേ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം. അപ്പോൾ ഒരു വിഷയത്തിന് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ദൈവത്തിനല്ലാതെ വ്യക്തികൾക്കോ വിഷയത്തിനോ കിട്ടിയാൽ എന്താ പറ്റും? ചിലർ ഇവിടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ആ രാജ്യത്ത് പോകത്തില്ല. എന്താണ്?
അവിടെ വിശുദ്ധ കുർബാനക്ക് സാധ്യതയില്ലെന്നും. അതാണ് അവരുടെ ബുദ്ധി. അപ്പോൾ അവരെന്താ, വിശുദ്ധ കുർബാന കിട്ടാൻ സാധ്യതയില്ല. നമ്മുടെ ഇന്ത്യയിലെ ഒരു മേഘാലയയിൽ എങ്ങോട്ടോ ഒരു സ്ഥലത്തേക്ക് പോകാൻ നേരത്തെ കൗൺസിൽ ചെയ്തപ്പോൾ പറഞ്ഞ്, അച്ഛാ എനിക്ക് മേഘാലയ ജോലി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സ്ഥലമാണ് അവിടെ, അത് ഉത്തർപ്രദേശിൻ്റെ താഴെ എവിടെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ തിരക്കിയത് കുർബാനക്കോ അല്ല, പള്ളി എവിടെയെങ്കിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ പറഞ്ഞൊരു 10-55 കിലോമീറ്റർ ഒരു പള്ളിയില്ല. അയ്യോ, എനിക്ക് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ പ്രശ്നം? അതാണ് സംഭവം, അതാണ് വിശ്വാസി എന്ന് പറയണത്. പിന്നെ കുർബാന നാട്ടിൽ വന്ന് കൂടിയാലും മതി, ജോലിയല്ലേ വരുന്നതെന്ന് പറയുമ്പോൾ ജോലി വിഗ്രഹമായി. എൻ്റെ മക്കളെ, ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ചാലഞ്ചാണ്. എപ്പോഴും ഇങ്ങനെ പ്രലോഭനം, ചിലർക്ക് ഒരു പ്രലോഭനവും ഇല്ലല്ല. ചില പ്രലോഭനം എന്ന് കേൾക്കുമ്പോൾ സെക്സ് എന്നാണ് തലയിൽ കയറിയിരിക്കണത്. കാരണം സെക്സ് തന്നെയാണ് തലയിരിക്കണത്, അതുകൊണ്ടായിരിക്കും. അതൊന്നും അല്ല പ്രലോഭനം എന്ന് പറയണത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്തിന് വേറെ എന്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് അപഹരിച്ചാലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഒരു സ്ഥലം, നമ്മുടെ ആധ്യാത്മികത്തിനും ആത്മാവിനും സ്ഥാനം കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എത്തിയാൽ, ഇഫ് യു ഡോണ്ട് ഫീൽ എനി ഗ്രിറ്റ്, നിങ്ങൾ വിഗ്രഹാരാധകനാണ്. നിങ്ങൾക്ക് അതുകൊണ്ടൊരു വിഷമം തോന്നണില്ലെങ്കിൽ നിങ്ങളൊരു പ്രഖ്യാപിത വിഗ്രഹാരാധകനാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഒരു വിഷയം, അതിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രാധാന്യപ്പെട്ട് നിങ്ങൾ ആകർഷിച്ച് പോയിട്ട് നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നണില്ലെങ്കിൽ നിങ്ങളൊരു പ്രോംഡായിട്ടുള്ള ഒരു ഐഡൽ വർഷിപ്പുകാരനാണ്, വിഗ്രഹാരാധകനാണ്. ഒന്ന് അനുതാപപ്പെടുക. കർത്താവായ ദൈവമേ, നെഞ്ചത്ത് കൈവെക്കുക. കർത്താവായ ദൈവമേ, ഈ പറഞ്ഞു കേട്ടതുപോലെ ഞാൻ അങ്ങയ്ക്ക് ഒന്നാം സ്ഥാനം തരാതെ മറ്റു പല വിഷയങ്ങൾക്കും വ്യക്തികൾക്കും എനിക്ക് തന്നെയും ഒന്നാം സ്ഥാനം കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ മടങ്ങി വരാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ അനുതാപത്തിലേക്ക് വഴി നടത്തണമേ. അനുതാപം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് എന്നെ വഴി നടത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. ഇതുപോലെ സ്വയം മഹത്വത്തിലേക്കും നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മുടെ മഹത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ വിജയത്തെ നമ്മളുടെ മഹത്വത്തിലേക്കുമെല്ലാം വകമാറ്റി ചെലവഴിച്ചവരെ അനുതാപപ്പെട്ടുകൊണ്ട് തിരിച്ചു വരണം. ഉടമ്പടിക്ക് എപ്പോഴും ഉള്ള ഒരു രീതി, ദൈവം ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി ചെയ്ത വ്യക്തികളെ അനുതാപത്തിന് വേണ്ടി അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ചിലരത് ഉൾക്കൊള്ളും, അവർ തിരിച്ചു വരും. പക്ഷെ 1/3 ബൈബിളിൽ തിരിച്ചു വരണത്. 2 ദൈവത്തോട് മറുതലിച്ച് നിൽക്കും. അങ്ങനെ ഉടമ്പടിയെ അനുസ്മരിപ്പിച്ച ഒരാളാണ് സക്കറിയ. കർത്താവ് അയാളെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളയാളെ കൊന്നുകളഞ്ഞു, പക്ഷെ കാര്യമില്ല, രക്തത്തിന് ഞാൻ പകരം ചോദിക്കുമെന്ന്. ഉടമ്പടി തെറ്റിച്ച് അതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിട്ടായിരുന്നു ദൈവം. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ വന്നത് അങ്ങനെയാണ്. ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ നിങ്ങളും ദൈവവും തമ്മിലുള്ള അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി വിട്ടതാണ്. സന്ദർശനമെന്ന് പറയും. ക്രിസ്തുവും അങ്ങനെ വന്ന ആളാണ്. സന്ദർശിക്കാൻ ഉടമ്പടി എടുത്ത ആൾക്കാരുടെ മാനസിക ജീവിതാവസ്ഥ എന്താണ് എന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്ന ആളാണ്. ലാസ്റ്റ് വന്ന ആളാണ് ക്രിസ്തു. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ 19:44 ലൂക്കാസ് വിശേഷം. ഇപ്പം ഉടമ്പടി എടുക്കണവരെ സന്ദർശിക്കാൻ വേണ്ടി വരും. ഉടമ്പടി എടുത്തവരെ ദൈവം സന്ദർശിക്കും. കാര്യം ഉടമ്പടി മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു അവകാശ ബന്ധമുള്ളൂ. വേറെ ഒരു ബന്ധം ദൈവം ആരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എബ്രാഹുമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടിയാണ്, യാക്കോബിനോടുകൂടി ഉടമ്പടിയാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മോസസ് വഴി ഉടമ്പടി ഉണ്ടാക്കി, ജോഷുവായ വഴി ഉടമ്പടി ഉണ്ടാക്കി. ഉടമ്പടി അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ന്യായാധിപന്മാരുണ്ട്,
അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നറിയാൻ വേണ്ടി പ്രവാചകന്മാരുണ്ട്. അങ്ങനെ വന്നൊരാളാണ് സക്കറിയ. എന്നിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ഇതുപോലെ വിഗ്രഹങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡോളട്രി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വയമായിട്ട് ഏറ്റെടുക്കുന്നതിനാണ് ഐഡോളട്രി എന്ന് പറയുന്നത്. ഇങ്ങനെ പലപ്പോഴും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അവരുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ മക്കളുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആരുടെങ്കിലും പാർട്ടിക്കാരുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാർ ദൈവം മാറ്റിയത് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ദൈവത്തിൻ്റെ മഹത്വം അങ്ങോട്ട് എഴുതി തള്ളിയിട്ട് മറ്റുള്ളവരുടെ പെണ്ണിലേക്ക് കൊണ്ട് വെച്ച് കൊടുത്തിട്ട് അവരുടെ ദാസ്യ വേല ചെയ്യും. അതിനാണ് ഐഡോളട്രി എന്ന് പറയണത്. അങ്ങനെ വരുമ്പോൾ ദൈവം ഇടയ്ക്ക് ഇത് ഓർപ്പിച്ച് തരും, നിങ്ങൾ ഐഡോളട്രിയിലാണ്. അങ്ങനെ ആരെങ്കിലും ഓർപ്പിക്കാൻ വന്നാൽ ഇസ്രായേൽ ജനം അനുദപിച്ചിട്ട് അവർ ചാക്കൊടുത്ത് ചാരം പൂശിയിട്ട് ആ ഉടമ്പടിയോട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് വീണ്ടും ഉടമ്പടി പുതുക്കുവർ. ചിലർ ഓർപ്പിക്കാൻ വന്നവരെ കൊന്നുകളയും. അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ട ആളാണ് സക്കറിയ പ്രവാചകൻ. 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിലെ 24-ാം അധ്യായം 18-ാം വാക്യത്തിൽ സക്കറിയയെക്കുറിച്ച് പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 24-ാം അധ്യായം 18-ാമത്തെ വാക്യം. സക്കറിയ ഉടമ്പടി ഓർപ്പിക്കാമെന്നാണ്. പക്ഷേ സക്കറിയയെ അവർ കല്ലെറിഞ്ഞ് കൊന്നു കളഞ്ഞു. പക്ഷേ എല്ലാവരും വിചാരിച്ച് സക്കറിയ അടക്കി കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നില്ല എന്ന്. പിന്നെ എത്രയോ കൊല്ലം കഴിഞ്ഞാണ് കർത്താവ് വരണത്. ഇപ്പം സക്കറിയയുടെ പുസ്തകം എടുത്ത് വായിക്കും. നിങ്ങൾ പണ്ടൊരാളെ ഉടമ്പടി അനുസ്മരിക്കാമെന്ന ഒരാളുടെ കഥ കഴിച്ചില്ലേ? അവൻ്റെ കാര്യം കണക്കെൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. നിങ്ങൾ കല്ലെറിഞ്ഞ് കൊന്ന സക്കറിയയുടെ രക്തം തൊട്ട് ബലിപീഠത്തിന് വെച്ച് വധിക്കപ്പെട്ട വ്യക്തിയുടെ രക്തം വരെ ഈ തലമുറ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. കാര്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ നമുക്ക് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടില്ല. മാതാപിതാക്കന്മാർ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായവരാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളൊന്നും കൊടുത്ത് വാങ്ങിച്ചതല്ല, സൗജന്യ ദാനമാണ്. ആ സൗജന്യ ദാനത്തിന് എളിമയോട് വിനയത്തോടെ നിന്നുകൊണ്ട് അപ്പം തന്ന സ്വത്തിനെ ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കണം. അല്ലാതെ അത് ചൂത് കളിച്ചും നമ്മുടെ കൈ അനങ്ങാതെ വാങ്ങിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് ചില ആൾക്കാർ ദൂർത്തടിക്കും. അങ്ങനെ പന്നിക്കൂട്ടത്തിൽ പോയ ആൾക്കാരെ തിരക്കിയാണ് പ്രവാചകന്മാർ ന്യായാധിപന്മാർ വന്നിരിക്കുന്നത്. അപ്പം അവർ ചില ആൾക്കാരെ കൊന്നുകളഞ്ഞു. പക്ഷേ അവർ വരുമ്പോഴവരെന്താ പറയണത്? നിങ്ങൾ റിട്ടേൺ ചെയ്യണമെന്നേ പറയത്തുള്ളൂ, മടങ്ങി വരാൻ പറയും. ഉടമ്പടി എപ്പോഴും ഉടമ്പടി എടുക്കുന്നവർ ശ്രദ്ധിക്കണം. അത് മടങ്ങി വരാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വരമാണ് ഉടമ്പടി. ഏതെങ്കിലും കാരണവശാൽ ദൈവത്തെ അറിയാതെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ ശേഷി കൊണ്ടോ ശേമിഷ് കൊണ്ടോ പൗന്നത്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഓർമ്മശക്തി കൊണ്ടോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ പഠിച്ച് മിടുക്കനായതുകൊണ്ട് നേടിയെടുത്തതാണെന്ന്. ഇപ്പം ചിലർ പറയത്തില്ലേ, നീ എന്താണ് അപ്പനെ വിളിക്കാത്തത്? അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, ഞാൻ ജോലി വാങ്ങിച്ചു. അപ്പം എല്ലാം ഞാൻ അപ്പനോട് ഉള്ള പ്രതികാരത്തിന് കണക്ക് തീർക്കാൻ വേണ്ടി ഇളയപ്പൻ്റെ മക്കൾക്ക് പൈസ അയച്ചു കൊടുക്കും. അപ്പോഴും അപ്പന് പൈസ അയച്ചു കൊടുക്കത്തില്ല. അപ്പനെ പാഠം പഠിപ്പിക്കുകയും. ഇങ്ങനെ കുറേ കുരങ്ങന്മാരുണ്ട്, അപ്പനെ പാഠം പഠിപ്പിക്കുന്ന പരിച്ചാഴികൾ. നിങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും? കാര്യം അപ്പൻ എൻ്റെ സ്ഥാനത്തുനിന്ന് അപ്പൻ നിനക്ക് ചുക്കിന് കാശ് തന്നില്ലെങ്കിലും ദൈവം അപ്പൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. എന്താണ്? നിന്നെ ജനിപ്പിച്ചതിന് ഉത്തരവാദി അവനാണ്. അവനാണ് നിന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവൻ നിൽക്കണത്. ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു കർമ്മത്തിലാണ് നീ ജനിച്ചിരിക്കുന്നത്. അപ്പം അപ്പനോടോ അമ്മയോടോ അവരൊന്നും നമുക്ക് തന്നില്ലെങ്കിലും നമുക്ക് ദൈവതിരുസന്നിധിയിൽ ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറയണത്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആ പഴയ ദൈവബന്ധത്തിലേക്ക് വരികയും മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് കാണുന്ന സഭാശ്രേഷ്ഠന്മാർ, അതുപോലെ തന്നെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ,
മുതിർന്നവർ പോലും നമ്മൾ ഒരു അനുരഞ്ജനമാക്കി മാറുകയാണ്. എന്താണ് ഉടമ്പടി? തന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ വ്യക്തികളോടും ദൈവത്തോടും ഐക്യപ്പെടുത്തുന്നു. ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. സ്തുതികടെ ഹല്ലേലൂയ. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശരീരം മുഴുവൻ ചുവന്ന നിറം, ബ്രസ്റ്റിനുൾപ്പെടെ ചുവന്ന നിറം. പക്ഷേ ഇങ്ങനെ തൊലിയെല്ലാം മാറിയിട്ട് ഇടത് ബ്രസ്റ്റിൻ്റെ കണ്ണ് വരെ ഇങ്ങനെ ചുവന്ന് നിർത്തിയിരിക്കുകയാണ്. ത്വക്ക് രോഗം പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, അതിനേക്കാൾ മോശമായ എന്ത് രോഗമാണ്. തൊലി പൊളിഞ്ഞു പോയിട്ട് ചുവന്നിരിക്കുന്ന വ്യക്തിയെ ഇടതുവശത്ത് ബ്രസ്റ്റിനെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തുതികടെ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ ഒരു സഹോദരനൊരു സാക്ഷ്യം പറഞ്ഞു. അതായത് നടുവേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. അയാൾ നടുവിന് ഈ സംശയം കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഇതുപോലുള്ള ആരാധന സമയമാണ്. അയാൾ ഡേറ്റ് വരെ പറയുന്നു. കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ അയാൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2020 സംഭവിച്ച ഓൺലൈൻ പ്രാർത്ഥനയിലെ ഒരു സാക്ഷ്യമാണ്. ഇപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ആ നടുവിൻ്റെ രോഗവും അസ്ഥിയുടെ ചിഹ്നവും എല്ലാം ആ നിമിഷം അങ്ങ് സുഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ ഈ കയ്യൊപ്പ് പ്രാർത്ഥന കർത്താവ് അങ്ങ് അംഗീകരിച്ച അടയാളങ്ങളാണ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ധൈര്യമായിട്ട് പകരം നിൽക്കുന്നവരാണെങ്കിൽ കൃപാസനത്തിൽ വന്നതുപോലെയുള്ള അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ഉദരരോഗമുള്ള ഒരു ഉദരത്തിൽ കൈവെക്കണം. കണ്ണിന് കരികരിപ്പും കാഴ്ചയും തിമിരവും ഒക്കെ ഉള്ള കട്രാക്ട്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ണിൽ കൈവെക്കണം. ചെവിപ്പഴുപ്പുള്ളവരെ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉടമ്പടി ഈ പ്രാർത്ഥന നടക്കണ എവിടെയാണ്? അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവ്യ അൾത്താരയിലെ ഈശോയുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ആ ഒരു ബോധം നിങ്ങൾക്ക് കയ്യൊപ്പ് പ്രാർത്ഥനക്കാർക്ക് ഉണ്ടാകണം. വെറുതെ മുടി കൊഴിഞ്ഞു പോയിട്ട് തലയൊട്ടി വരുന്നത് കാണുന്നുണ്ട്. അവർ ശിരസ് കൈവച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതെല്ലാം തിരിച്ചു വരും. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. ഇങ്ങനെ മുള്ള് പോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി പുറത്തേക്ക് തന്നെ കാണിക്കുന്നുണ്ട്. കാര്യം മുള്ളല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. നമ്മളിങ്ങനെ എന്തോ ഒരു കുന്തം ചെറുതായിട്ടിങ്ങനെ നമ്മുടെ വിരലിനേക്കണ്ട നാലിലോ ഇങ്ങനെ ഒരു ക്യാപ്സൂൾ ഗുളികയില്ലേ, അതിൻ്റെ വണ്ണത്തിൽ എന്തോ സാധനം ഇങ്ങനെ ശരീരത്തിന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ബോഡി ഉൾപ്പെടെയാണ്. അപ്പോൾ അതൊക്കെ തൊട്ടാൽ ബലമായിട്ട് തോന്നുന്നു. അപ്പോൾ അതൊക്കെ പേടിയാണ് അവർക്ക്. ഇത് ക്യാൻസർ ആകുമോ, ആശുപത്രി പോകാതെയൊക്കെ ഇരിക്കും ചിലപ്പോൾ പേടിച്ചിട്ട്. ആ വ്യക്തി കർത്താവ് ആ അങ്ങനെ ഉന്തി നിൽക്കുന്ന സ്ഥലത്ത് കൈവെക്കാൻ പറയുന്നുണ്ട് ഈശോ. കർത്താവേ, ഈ സമയത്തോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അനേകം മക്കൾ ഇപ്പോഴും നിന്നെ ആശ്രയിച്ചു. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. മുതുകിന് മുഴുവനും ഇങ്ങനെ ചൊറിഞ്ഞ് തിണർത്ത് ത്വക്ക് രോഗമായി കിടക്കുന്നവരുണ്ട്. അവർക്ക് മുതുകിന് ഇങ്ങനെ കൈ പുറത്തേക്കെടുത്ത് വെക്കാവുന്നതാണ്. സ്ത്രീയാണത് കാണിക്കുന്നത്. ചിലപ്പോൾ വർഷങ്ങളോളം എപ്പോഴും മുതുകത്ത് നീര് കെട്ടുന്ന ആളാണ്. നീര് കെട്ടി കല്ലച്ചു പോയ വ്യക്തികളാണ്. അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവ്, ഈ കൈകളെല്ലാം ജനങ്ങൾ അവരവരുടെ ശിരസ്സിൽ വെച്ചിരിക്കുന്ന കൈകളെല്ലാം അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം ആക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ കൈ എടുക്കരുത്, അവിടെ തന്നെ കൈവച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഏത് സ്ഥലത്തായാലും എല്ലാ രോഗങ്ങളെയും കർത്താവ് ഏറ്റെടുക്കുകയാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ അഭിഷിക്തന് ഇപ്പോഴേ ജോലിയില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാറാത്ത മഴക്കാലമെല്ലാം ചോരുന്നവരുണ്ട്. വാർത്ത വീട് പോലും ചോരുന്നവരുണ്ട്. വെള്ളത്തിൽ വീട് മുങ്ങിക്കിടക്കുന്നവരുണ്ട്. മുറ്റത്തുനിന്ന് വെള്ളം മാറാത്തവരുണ്ട്. ഈ അകൃത്യത്തിൽ നിന്ന് എങ്ങനെയും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്, നരകമാണെന്നും പറഞ്ഞുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാത്തിലും നീ കൈപിടിച്ച് ഉയർത്തി വിടണേ. പത്രോസിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തവനാണ് നീ. കർത്താവ്, ഇതുപോലെ ജീവിതത്തിൻ്റെ നിരാശയിൽ ആരും സഹായിക്കാനില്ല, പണമില്ല,
സഹായിക്കാനില്ല, അതിന് ബുദ്ധിയില്ല, സ്വാധീനമില്ല, അതിനുള്ള സംവിധാനവും സാഹചര്യവും ഒന്നുമില്ലാത്തവർ 38 വർഷം ആരും ഇല്ലെന്നും പറഞ്ഞ് കർത്താവ് കിടന്ന കിടപ്പിൽ കിടന്നുപോയ മകൻ്റെ അടുത്തേക്ക് വന്നവനാണ് നീ. ആ കാരുണ്യം കർത്താവേ ഇപ്പോഴും നീ പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ യാചിക്കുന്നു. കൃപാസന അൾത്താറെ നീ സ്വർഗം കർത്താവെ അമ്മ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയ സ്വർഗത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ കാരുണ്യത്തിൽ അങ്ങോട്ട് യാചിക്കുന്നു. കർത്താവെ നിവൃത്തിയില്ലാത്തവനെ ഇപ്പം നീ കൈപിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും സഹായമില്ലാത്തവർ കർത്താവ് ജയിലിൽ കിടക്കുന്നവരുണ്ട്. കർത്താവ് ഇപ്പം തെറ്റായ ചിലപ്പോൾ അന്യായമായ ജയിലിൽ കിടക്കുന്നവരുണ്ട്, അന്യരാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്നവരുണ്ട്, അവരുടെ കാര്യം പുറത്തു പോലും അറിയാത്തവരുണ്ട്, അറിയുന്നവർ പല പല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ഒക്കാത്തവരുണ്ട്. എല്ലാവരെയും കർത്താവ് ആ ജയിലുകൾ ഇപ്പം തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിൻ്റെ കരുണ അവർക്ക് ആവശ്യിക്കട്ടെ. ജോലിയില്ലാതെ താമസിക്കുന്നവർ, ജോലിയില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവർ, വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർ, കർത്താവേ എല്ലാ തരത്തിലും തലവേദന അനുഭവിക്കുന്നവർ, മക്കളെക്കുറിച്ച് വിഷമം അനുഭവിക്കുന്നവർ, മക്കളുടെ തെറ്റായ പ്രണയബന്ധത്തിൽ കുടുങ്ങിപ്പോയതിൻ്റെ വിഷമം അനുഭവിക്കുന്നവർ, മക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടവർ, മക്കളുടെ താന്തോന്നികളായിട്ട് തോന്നിവാസം പറയുമ്പോഴുണ്ടാകുന്ന ചങ്ക് പതർച്ചയിൽ വേദനിക്കുന്നവർ, അവരെല്ലാം തിരുരത്വത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈശോയെ, ജീവിതത്തെ കർത്താവെ സാമ്പത്തിക ഘടകങ്ങളാൽ കർത്താവെ എങ്ങനെ വീടും, എങ്ങനെ ഒരു ജീവിക്കും, എങ്ങനെ പക്ഷിക്കാരും ജീവിക്കും, എങ്ങനെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോലും മാന്യമര്യാദയായിട്ടും അഭിമാനം നഷ്ടപ്പെടാതെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാതെ വല്ലാണ്ട് തകർന്നു പോകുന്ന മക്കൾ കർത്താവെ ഇപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഉടമ്പടി എടുക്കാതിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, എടുത്തുപോയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവത്തിൻ്റെ സാക്ഷികളായി മാറാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തിൽ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മാരക രോഗങ്ങൾ തീരെ വേദനകൾ ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ.